ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ ചെറുപഴത്തിൻ്റെ ആ ഒരു കൊല നമ്മൾ വെട്ടിയിട്ട് വന്നതാണ്. ഇതാ കണ്ടില്ലേ, നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ധാരാളമാണ് കേട്ടോ ഇത്. നമ്മൾ പഴമൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വാഴ തൈയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ അത്. വാഴപ്പഴത്തിനൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. വാഴപ്പൂവുണ്ടല്ലോ, അത് തന്നെ നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റിൽ ഇതാ കണ്ടില്ലേ വാഴപ്പൂവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിന് നമുക്ക് അതിൽ നിന്ന് തേനൊക്കെ നമ്മൾ കുടിക്കാറില്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ ഈ പഴം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഒരു പഴം എന്ന് പറയുന്നത് ഈ വാഴപ്പഴമാണ്. ധാരാളം നമുക്ക് പോഷക ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ അതേപോലെ തന്നെ ഹേർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു വാഴപ്പഴം. ഇത് നാരുകളും അതുപോലെ പൊട്ടാസ്യം, വൈറ്റമിൻ സി, അതുപോലെ ഫോളിയേറ്റ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വാഴപ്പഴം. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മെയിനായിട്ട് നമ്മുടെ ഹേർട്ടിൻ്റെ നല്ല പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് ഈ ഒരു വാഴപ്പഴം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഒരുപാട് നമുക്കിതിന് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. വാഴക്കന്നൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട